നിയമസഭയിൽ സംഘർഷാവസ്ഥ. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് സഭയുടെ ഇരുവശത്തേക്കുമായി നിലയുറപ്പിച്ചതോടെ സഭ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. മന്ത്രിമാർ സംസാരിക്കാൻ പ്രതിപക്ഷ ബഹളം കാരണം കഴിയുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ MLA-മാരായ അൻവർ സാദത്തും സനീഷ് കുമാറും സ്പീക്കർ എൻ ഷംസീറിന്റെ ഇരിപ്പിടത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി സ്പീക്കറെ ഇരിപ്പിടത്തിൽ നിന്നും മാറ്റി. കയ്യിലിരുന്ന പടക്കം പൊട്ടി വനപാലകന് പരിക്ക്. നിലമ്പൂർ കൃഷിഫാമിന് സമീപത്തിറങ്ങിയ ആനകളെ തുരത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നിലമ്പൂർ റേഞ്ച് വള്ളുവശ്ശേരി സെക്ഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരികൃഷ്ണനാണ് പരിക്കേറ്റത്. ആനയെ തുരത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കാൻ വെച്ചിരുന്ന പടക്കമാണ് പൊട്ടിയത്. വലത് കൈപ്പത്തിക്ക് ആഴത്തിലുള്ള മുറിവുണ്ട്. ചുങ്കത്തറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഞായറാഴ്ച രാത്രി 11:30ഓടെയാണ് സംഭവം. പൂച്ചക്കുത്തിൽ നിബിന്റെ കൃഷിഫാമിന് സമീപമാണ് 2 കാട്ടാനകൾ ഇറങ്ങിയത്. ഇവിടെ അന്തർ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം പോകുമോ? നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ്. ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനം. തെരഞ്ഞെടുക്കപ്പെട്ട MLA എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. UDF പാർലമെന്ററി പാർട്ടിയിൽ ഘടകകക്ഷികൾക്കും സമാന നിലപാടാണ്. അതേസമയം രാഹുലിനെ പുറത്താക്കിയ നടപടി തുടരും. പെരിയ ഇരട്ടക്കൊലക്കേസ്. കോടതിയെ സമീപിക്കാനൊരുങ്ങി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് നിരന്തരം പരോൾ ലഭിക്കുന്നുവെന്ന് കുടുംബം. ഇത്തരത്തിൽ പ്രതികൾക്ക് നിരന്തരം പരോൾ ലഭിക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണനും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കോഴിക്കോട് തെരുവുനായുടെ കടിയേറ്റ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ 7 പേർക്ക് പരിക്ക്. മീത്തിലെ വടയം വട്ടോളി ഭാഗങ്ങളിലാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. കടിയേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. മീത്തിലെ വടയം ഭാഗത്ത് അംഗനവാടിയിൽ കയറിയ നായ ഇവ എന്ന 3 വയസ്സുകാരിയെ കടിച്ചു. മറ്റു കുട്ടികൾക്ക് കടിയേൽക്കാതെ തലനാടിരയ്ക്കാണ് രക്ഷപ്പെട്ടത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മൊകേരി LP സ്കൂൾ മുറ്റത്തെത്തിയ നായ 2ാം ക്ലാസ്സുകാരി അകൽമിത്ര, LKG വിദ്യാർത്ഥി സഞ്ജൽ എന്നിവരെയും കടിച്ചു. കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ച അധ്യാപിക രമ്യയ്ക്കും കടിയേറ്റു. വട്ടോളി നാഷണൽ ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് 10ാം ക്ലാസ്സുകാരി കൃഷ്ണനന്ദയെയും നായ ആക്രമിച്ചു. തുടർന്ന് വട്ടോളി കനാൽ സൈഡിലെത്തിയ നായ വടക്കേപ്പറമ്പത്ത് വീട്ടിൽ കയറി വീട്ടമ്മ കമലയെയും കൊച്ചുമകൾ ദ്രുതയെയും ആക്രമിച്ചു.